ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. പ്രധാനമായും നമ്മൾ കടന്നു പോകുന്നത് രണ്ട് രീതിയിലാണ്. 70% അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ടോപ്പിക്സും, അതുപോലെ തന്നെ ടോപ്പിക് എന്ന് പറയുമ്പോൾ കൂടുതലും തിയറിയാണ് വരുന്നത്. ബാക്കി 30% ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് തിയറീസും അതുപോലെ ടെക്നിക്കൽ സ്കിൽസും ആണ് ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റർ ആവാൻ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. സിറ്റുവേഷൻസ് അനലൈസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സും പ്രാപ്തരാവണമെങ്കിൽ മാനേജ്മെൻറ്റ് തിയറീനെ കുറിച്ചിട്ട് കുറച്ച് ഡീപ്പ് നോളജ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് മാനേജ്മെൻറ്റ് തിയറീസും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ടോപ്പിക്സിലൂടെ കടന്നു പോയാൽ മാത്രമേ നാളെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഹോസ്പിറ്റൽ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ബേസിക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത് നോർമലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏത് സ്ട്രീമിൽ നിന്ന് വന്ന ആളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ബാക്കി നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഏതൊരു കോഴ്സ് എടുത്താലും അതിൻ്റെ ഒരു പാർട്ടാണ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മാത്രമാവാനാണോ പറ്റുമോ എന്നൊരു സംശയം കുറേ പേർക്കുണ്ട്. ഒരിക്കലുമല്ല. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ HR, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും, അതുപോലെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഷുറൻസ്, GDA എടുക്കുന്ന ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ജോബ്സ്. ഇതിലേക്ക് എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈവൻ ഫ്രണ്ട് ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഏതാണോ നിങ്ങളുടെ ഒരു പാഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബ് റോൾ ഏതാണോ അതിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. അങ്ങനെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഏരിയയിലേക്കുള്ള നിങ്ങളുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ റോളിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോബിന് കയറാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ മൊഡ്യൂൾസ് എല്ലാം സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസത്തിലൊരു അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെറും 8 മാസം കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫീൽഡിൽ നല്ലൊരു ജോബ് കിട്ടും.